പകുതി വില തട്ടിപ്പ് സംസ്ഥാനമൊന്നാകെ പെരുകുകയാണ്. ഈ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിൽ ഇതിന് ഇരയാക്കപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശിയായ മുഹമ്മദ് നൗഫൽ നമ്മളോടൊപ്പം ചേരുകയാണ്. നൗഫലിനും ഇത്തരത്തിൽ നിരവധി പേരെ ഈ പകുതി വില തട്ടിപ്പിലേക്ക് ചേർക്കുകയും പിന്നീട് പണം ലഭിക്കാത്ത അവസ്ഥ വരികയും ഇപ്പോൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നൗഫൽ എങ്ങനെയാണ് ഇതിൽ പെട്ടുപോയത്? എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ഇതിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ സംഘടനകളെക്കുറിച്ചും ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ആലപ്പുഴ സ്വദേശി SD ബേബി എന്ന് പറയുന്ന സഖാവ്, അദ്ദേഹത്തിന് വളരെ കാലമായിട്ട് എന്നെ അറിയാവുന്നതാണ്. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊരു സൊസൈറ്റി ഉണ്ടെന്നും കുറേ ആളുകൾക്ക് ഉപകാരം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഫണ്ട് തരുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ കുറച്ച് പേർക്ക് ഇപ്പോൾ ഹോം അപ്ലയൻസസ് പ്രോജക്റ്റ് അന്നില്ല. അപ്പോൾ ഈ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ ഇങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഡിസ്കൗണ്ട് അല്ല, കമ്പനികളുടെ ഡിസ്കൗണ്ട് തരുന്നതല്ല, ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ CSR ഫണ്ട് കളക്ട് ചെയ്തിട്ട് അവരടയ്ക്കുന്ന ഗുണഭോക്തൃ വിഹിതത്തിൻ്റെ ബാക്കി ഈ നമ്മുടെ മുകളിലുള്ള, അതായത് നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്നതിൻ്റെ കീഴിലാണ്. അപ്പോൾ അവരടയ്ക്കും, അങ്ങനെയാണ് നമുക്ക് സാധനം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒഴിഞ്ഞു മാറിയതാണ്, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെയും വിളിച്ചിട്ട് കൊല്ലം ജില്ലയുടെ ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് ഗീത എന്ന് പറയുന്ന പത്തനാപുരം സ്വദേശിയായ ആളെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരി പത്തനാപുരത്ത് രജിസ്റ്റർ ചെയ്തത് തുടങ്ങി. അപ്പോൾ ഈ ഓച്ചറയിലും കൂടെ ഒന്ന് ചെയ്യണം. അപ്പോൾ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞപ്പോഴും അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് സാമ്പത്തിക കാര്യം ആയതുകൊണ്ട് വിശ്വാസം ഇല്ലാത്തവരെ ഇത് ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നൗഫലിന് എത്രയും വർഷമായിട്ട് എനിക്കറിയാം, എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നൗഫലിനോട് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി, കൂടുതലും അക്കൗണ്ട് ത്രൂ ആണ് ഇടപാടുകളൊക്കെ, അതുകൊണ്ട് വലിയ ജോലിയൊന്നും വരില്ല, കുറച്ച് പ്രൊമോട്ടർമാരെ ഇതിനു വേണ്ടി മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ആലോചിച്ചു. അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഓരോ കോർഡിനേറ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കൂടെ പല കാര്യങ്ങൾക്ക് നിൽക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചവരൊക്കെ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. രജിസ്റ്റർ ചെയ്തു. പക്ഷേ കുറച്ച് കാലം അങ്ങനെ ആ രജിസ്ട്രേഷൻ എന്തൊക്കെയായിരുന്നു ആദ്യം ഈ CSR ഫണ്ടിൽ നിന്ന് ലഭിച്ച തയ്യൽ മെഷീനാണോ, സ്കൂട്ടറാണോ, അല്ലെങ്കിൽ സ്കൂൾ കിറ്റാണോ, ഓണക്കിറ്റാണോ, എന്താണ് ആദ്യത്തെ നമ്മൾ പ്രോജക്റ്റ് ആദ്യം നമുക്ക് തന്നത് തയ്യൽ മെഷീൻ്റെ പ്രോജക്റ്റാണ്. പക്ഷേ കൊടുത്തത് അതിനിടയ്ക്ക് തന്നെ സ്കൂൾ കിറ്റിൻ്റെ പ്രോജക്റ്റ് വന്നു. ഇത് മെയ് മാസമാണ് നമുക്ക് തയ്യൽ മെഷീൻ തരുന്നത്. തയ്യൽ മെഷീൻ തന്നു. പ്രോജക്റ്റ് തന്നപ്പോൾ അൺലിമിറ്റഡ് ആണ് പറഞ്ഞത്, എത്ര വേണേലും അപേക്ഷിക്കുന്നവർക്ക് കൊടുക്കാം. പണം എത്രയായിരുന്നു? അത് പല മോഡലാണ്. ഉഷ കമ്പനിയുടെ സാധാരണ മെഷീൻ തൊട്ട് 7,200 രൂപ മുതൽ 2 ലക്ഷം വില വരെ വരുന്ന മെഷീൻസ് ഉണ്ട്. പകുതി വില കൊടുത്താൽ മതി. അപ്പോൾ ബാക്കി പകുതി അവരടയ്ക്കും. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ 50% തുകയാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ ബാക്കി 50% അവരുടെ സൊസൈറ്റി അടയ്ക്കേണ്ടി വരുന്നില്ല. കാരണം ബൾക്കായിട്ട് എടുക്കുമ്പോൾ അത്രയും എമൗണ്ട് കൊടുക്കേണ്ട, ആ ഒരു ലാഭവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഈ മെസ്സേജായിട്ട് ഗ്രൂപ്പുകളിൽ ഇടുകയാണ്. അതനുസരിച്ച് പല ആളുകളും പൈസ അടച്ചു. 256 പേരാണ് നമുക്ക് ഇവിടുന്ന് മെഷീന് പൈസ അടച്ചത്. 42 പേര് മോട്ടറിനും പൈസ അടച്ചു. 1.5 മാസമാണ് കാലാവധി പറഞ്ഞത്. അപ്പോൾ മെയ് മാസത്തിൽ ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് ജൂലൈ 15 കൊടുക്കണം. അപ്പോൾ ജൂലൈ ആദ്യമായിട്ട് അനക്കൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഞാനിത് വിളിക്കുമ്പോൾ പറയുന്നത് ശിരൂര മണ്ണടിച്ചിലിൻ്റെ കാര്യമൊക്കെ ഇടയ്ക്ക് തടസ്സമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീണ്ടുപോയാലും കിട്ടും, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പോൾ ഈ ബേബിച്ചേട്ടനെ വിളിക്കുമ്പോൾ അതൊക്കെ കിട്ടും, പ്രശ്നമില്ല, അവർ 1 മാസമാണ് സമയം പറയുന്നത്, നമ്മൾ 2 മാസം പറയണം, കാരണം ഇടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ അദ്ദേഹത്തിനെ വിശ്വസിച്ച് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കൂടി എനിക്ക് ഇതിൻ്റെ ഫോട്ടോസ് അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആനന്ദകുമാർ സാറ് NGOs കോൺഫെഡറേഷൻ്റെ ചെയർമാനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള 2 വീലറിൻ്റെ വിതരണം, ഇതിൻ്റെ എന്താ പറയുക, ലാപ്ടോപ്പിൻ്റെ വിതരണത്തിലൊക്കെ അദ്ദേഹം ഉൾപ്പെടെ പങ്കാളിയായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് എനിക്ക് അയച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ ആലപ്പുഴയിൽ കായംകുളത്തൊക്കെ സുഹൃത്തുക്കൾക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ വള്ളികുന്നത്ത്, അവർക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉറപ്പാണ്, ഓക്കെയാണ്. മെഷീൻ കിട്ടിയോ? മെഷീൻ കിട്ടി. നമുക്ക് മുഴുവൻ മെഷീനും കിട്ടി. 250 പ്രോജക്റ്റ് എന്തായാലും രണ്ടാമത്തെ പ്രോജക്റ്റ്. ആക്ച്വലി ഞാൻ പറഞ്ഞു, ആദ്യം പ്രോജക്റ്റ് തന്നത് തയ്യൽ മെഷീൻ ആണെങ്കിൽ ഇടയ്ക്ക് സ്കൂൾ കിറ്റിൻ്റെ പ്രോജക്റ്റ് തന്നു. അത് ലോക്കൽ പർച്ചേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അടച്ച ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ അവർ ബാക്കിയും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞ ഷോപ്പിലേക്ക് അടയ്ക്കുന്നു. ആ ഷോപ്പിൽ നിന്ന് ഹോൾസെയിൽ അന്ന് വാങ്ങിയവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ ചാരിറ്റിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു കോൺടാക്റ്റ് വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ഹോൾസെയിൽ റേറ്റിലാണ് സാധനം എടുത്തത്. അപ്പോൾ നോർമലി 2,500 രൂപ വില വരുന്ന സാധനം 2,000 രൂപ ബഡ്ജറ്റ് ഇട്ട് അതിൻ്റെ പകുതിയിലായപ്പോഴത്തേക്ക് അവരെല്ലാം നല്ല ഹാപ്പിയായി. അപ്പോൾ അതുകൊണ്ട് തയ്യൽ മെഷീൻ്റെ വിതരണം വന്നപ്പോൾ അത് ഓക്കെ ആയി. ഇതിനിടയ്ക്ക് നമ്മളെ നാഷണൽ NGO കോൺഫെഡറേഷൻ നയിക്കുന്ന സോഷ്യൽ ഇന്നോവേഷൻ സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു, എറണാകുളത്ത് ലേമറഡിയിൽ വെച്ച്. അതിന് മുമ്പ് കൊല്ലത്ത് വെച്ച് പരിപാടി. ലേമറഡിയിൽ സോഷ്യൽ സമ്മിറ്റിൽ, ഇന്നോവേഷൻ സമ്മിറ്റിൽ രാവിലത്തെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ ഫസ്റ്റ് ഡേ രാവിലത്തെ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അന്നേരം ആരൊക്കെ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം
പിന്നെ ക്ലാസ് എടുത്ത 2 പേരുടെ പേര് എനിക്ക് കൃത്യമായി പറയാൻ ഓർമ്മയുള്ളൂ. ഒന്നൊരു നിഖിൽ പന്ത് എന്ന് പറയുന്നത്, ഞാൻ ആ പേരുകൾ ഞാൻ അന്നേരം ഗൂഗിൾ ചെയ്തപ്പോൾ ഈ CSRമായിട്ട് ബന്ധമുള്ള ആളാണ്. പിന്നെ ഒരു ഡോക്ടർ ശിവൻ അമ്പാട്ട് എന്ന് പറയുന്നത്, ഈ 2 പേരുകൾ എൻ്റെ മനസ്സിൽ കൃത്യമായി വരുന്നുള്ളൂ. കുറേ അധികം പേര് ഈ 2 ദിവസത്തെ പല സെഷനിൽ ക്ലാസ് എടുത്ത ആ പരിപാടിയിൽ അന്ന് AN രാധാകൃഷ്ണൻ, ലാലി വിൻസെൻ്റ്, IB ഈഡൻ ഇവരൊക്കെ പങ്കെടുത്ത പരിപാടിയാണ്. അന്ന് അതിൻ്റെ സമാപനം 2-ാം ദിവസം 27-ാം തീയതിയാണെന്നാണ് 27-ാം തീയതി സമാപന സമ്മേളനത്തിൽ ഹൈബീഡൻ ഉണ്ടായിരുന്നു, AN രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, ലാലി വിൻസെൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ അധികം പേരുണ്ടായി. ഈ ലാലി വിൻസെൻ്റ് എന്നുള്ള പേര് പോലും ഞാൻ അന്ന് ശ്രദ്ധിച്ചതല്ല, കാരണം എനിക്കത് അറിയില്ല. പക്ഷേ അറിയാവുന്നത് ഹൈബീഡൻ, AN രാധാകൃഷ്ണൻ 2 പേരെ നന്നായിട്ട് എനിക്ക് മീൻസ് ന്യൂസിലൊക്കെ കണ്ടുള്ള ഒരു പരിചയമുള്ളത് കൊണ്ട് അറിയായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് ഈ ന്യൂസുകൾ വരുമ്പോഴാണ് ഈ ലാലി വിൻസെൻ്റ് പേര് വീണ്ടും എനിക്ക് സ്ട്രൈക്ക് ആവുന്നത്, കാരണം അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ വരുന്നത്. എപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത്? എപ്പോഴാണ്? ആക്ച്വലി ഇപ്പോഴും വിശ്വസിക്കാൻ പാടായിട്ടുള്ള തരത്തിലാണ് നമ്മളെ കൺവിൻസ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാനത് കാണിച്ചു. നമ്മുടെ ആ ആപ്ലിക്കേഷൻ, അവരുടെ വെബ് പോർട്ടൽ, ഓരോ പ്രോജക്റ്റിലും ഓരോ പോർട്ടൽ മുഖാന്തരമാണ് ചെയ്യുന്നത്. അതിൽ ഈ എന്താ പറയുക, ഹോം അപ്ലയൻസസ് ഇടയ്ക്ക് ഇവിടെ ലാപ്ടോപ്പ് വിതരണം 100 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ് 50,000 രൂപയ്ക്ക് കൊടുത്തു. ലക്ഷമില്ല, നമുക്ക് 3 മോഡലാണ് HP-യുടെ പറഞ്ഞത്. 60,000, 51,000, 40,000. 60,000 രൂപയുടെ ലാപ്ടോപ്പ് നമ്മൾ 30,000 കൊടുത്തു കഴിഞ്ഞു. 30,000 കൊടുത്തു കഴിഞ്ഞു. എത്ര ലാപ്ടോപ്പ് കൊടുത്തു. ഈ പ്രോജക്റ്റ് എല്ലാം കണ്ട് കൂടുതൽ പേര് വിശ്വാസമായിട്ട് ഇങ്ങോട്ട് വിളിച്ചാണ് പിന്നെ പലരും മെമ്പർഷിപ്പ് എടുക്കുന്നത് പ്രോജക്റ്റിൽ. അപ്പോൾ പിന്നെ ചില പ്രോജക്റ്റുകൾ നമ്മൾ ഇവിടെ കിട്ടാതെ മറ്റു പല ജില്ലകളിലും അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ വിളിച്ച് അവിടെ ആ പ്രോജക്റ്റ് വന്നല്ലോ, നിങ്ങൾക്ക് വന്നില്ലേ, ഇങ്ങനെ ആളുകൾ ചോദിക്കുന്ന അവസ്ഥയായി. കാരണം സ്കൂട്ടർ ഇതുപോലെ വന്നായിരുന്നു. അതെ, സ്കൂട്ടർ വന്ന് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ സർക്കുലർ ഗ്രൂപ്പിൽ ഇടുന്നത്. അപ്പോൾ ഇടുമ്പോൾ തന്നെ നേരത്തെ തന്നെ ആളുകൾ പലയിടത്തും ഈ പ്രോജക്റ്റുകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂട്ടറിൻ്റെ പ്രോജക്റ്റ് വരുന്നു, അത് അനൗൺസ് ചെയ്യുമ്പോൾ അവർ കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു നോട്ടറി അറ്റസ്റ്റേഷൻ വെക്കും, അതായത് അതിനകത്ത് കുറച്ച് അഗ്രിമെൻറ്റുകളുണ്ട്. സർക്കാർ ജോലിക്കാർക്ക് പറ്റില്ല, വനിതകൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം, ഒന്നുകിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്ത സന്നദ്ധ സേവന പ്രവർത്തന രംഗത്തോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ ആശാവർക്കർ അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഈ കാറ്റഗറി ഒന്നും അല്ല വരുന്നത് എങ്കിൽ പിന്നീട് ഈ ഫണ്ട് തിരിച്ചടയ്ക്കേണ്ടി വരും, മുഴുവൻ എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ടി വരും, 5 വർഷത്തേക്ക് വിൽക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടി കൊട്ടാരക്കരയിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അഡ്വക്കേറ്റുമാരിരുന്ന് അത് സൈൻ ചെയ്യും. മിനിസ്റ്റർമാരാരെങ്കിലും പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു? ഞാൻ പങ്കെടുത്തിട്ടുള്ള അതിനകത്ത് മിനിസ്റ്റർമാരും ഇല്ലായിരുന്നു. എൻ്റെ പത്തനാപുരത്ത് തയ്യൽ മെഷീൻ വിതരണത്തിലായിരുന്നോ KP ഗണേഷ് കുമാർ പങ്കെടുത്തത്? അത് ഞാൻ വിട്ടുപോയതാണ്. പത്തനാപുരത്ത് വെച്ചിട്ടാണ് കൊല്ലം ജില്ലയുടെ തയ്യൽ മെഷീൻ്റെ വിതരണോദ്ഘാടനം നടത്തിയത്. ഡേറ്റ് എനിക്ക് കൃത്യം ഓർമ്മയില്ല. അന്ന് KP ഗണേഷ് കുമാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ പരിപാടിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഷീബ സുരേഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത്, നൗഫലിന് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആളുകൾക്ക് ഒത്തിരി ഉപകാരം കിട്ടുന്നതല്ലേ, തൊട്ടടുത്തുള്ള ബ്ലോക്കുകളിലൊക്കെ ഇതൊന്ന് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം, ഗീതയെ സഹായിക്കണം, ഗീതയാണ് DPM ജില്ലാ പ്രൊമോട്ടർ, സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടിയ ആദ്യത്തെ പ്രോജക്റ്റ് തയ്യൽ മെഷീനാണ്, ഇതുവരെ അത് കൊടുത്തിട്ടില്ല, എനിക്ക് തന്നെ ഇത് ബോധ്യം വരാതെ ഞാൻ എങ്ങനെ ചെയ്യുന്നത്, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഇത് ബോധ്യം ആയതിനു ശേഷം ചെയ്താൽ മതി, കുറേ ആളുകൾക്ക് ഗുണം ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓക്കെ പറഞ്ഞു. തയ്യൽ മെഷീൻ്റെ വിതരണം ആയപ്പോൾ നമുക്കിത് കുറച്ച് സാധനങ്ങളൊക്കെ ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു. അതെ, കമ്പനിയിൽ നിന്ന് തന്നെ, ഉഷയുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഇത് ഞാൻ ഹാളെടുത്ത് ബുക്ക് ചെയ്തിട്ട് കൊടുത്തുന്നു. ഉഷയുടെ കമ്പനിയിൽ നിന്ന് തന്നെ സാധനം എത്തിക്കുന്നു, സ്പെയറായിട്ടാണ് വരുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ സ്റ്റാഫ് വരുന്നു, ടെക്നീഷ്യൻസ് വരുന്നു, അത് അസംബിൾ ചെയ്ത് കൊടുക്കുന്നു. ഇടയ്ക്ക് 1-2 പേര് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ അവർ ടെക്നീഷ്യൻസിനെ അയച്ച് നമ്മളൊരു സർവീസ് ക്യാമ്പായിട്ട് നടത്തി അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തു. ലാപ്ടോപ്പിൻ്റെ വന്നപ്പോൾ ഈ അവരുടെ ആളാണ്, കമ്പനിയുടെ ആളാണെന്ന് പറഞ്ഞിട്ടാണ് വണ്ടിയിൽ ഈ ലാപ്ടോപ്പ് ഇവിടെ എത്തിക്കുന്നത്. അതിൽ കുറച്ച് പേർക്ക് അതിൻ്റെ ഒരു ബൂട്ടിങ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വാറണ്ടി സംബന്ധമായിട്ട് ക്ലാസ് എടുക്കാൻ അവരുടെ ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളിയുള്ള HJ മാളിൽ വെച്ചിട്ട് ആ കൊല്ലം ജില്ലയുടെ മുഴുവൻ എനിക്ക് 95 എണ്ണമായിരുന്നു എൻ്റെ കൃത്യ ഓർമ്മ. ഇത്രയും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നു. അപ്പോൾ അവരൊരു ഏക ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വരുന്നുണ്ട്, ഈ സന്നദ്ധ സംഘടന താല്പര്യമുള്ള പ്രവർത്തനത്തിൽ താല്പര്യമുള്ള യുവാക്കളെ അടുപ്പിക്കാൻ. എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ നൽകേണ്ടത്? അതൊരു കൂടുതലും സ്ത്രീകളാണെന്ന് തോന്നുന്നു. സ്ത്രീകളാണ് കൂടുതൽ പ്രോജക്റ്റ് നമ്മളോട് പറഞ്ഞിരുന്ന. ലാപ്ടോപ്പ് വിദ്യാർത്ഥികൾക്ക്, തയ്യൽ മെഷീൻ, 2 വീലർ, ഹോം അപ്ലയൻസസ് വനിതകൾക്ക്, ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ആപ്ലിക്കേഷന് കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷന് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു ആധാറിൻ്റെ കോപ്പിയും ഒരു ഫോട്ടോയും മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഓരോ പ്രോജക്റ്റുകളും ഒരു ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഫുള്ള് ഡീറ്റെയിൽസ് അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ പൈസ അടച്ച റെസീപ്റ്റ് അപ്ലോഡ് ചെയ്യുക, ഇത് വെരിഫൈ ചെയ്യുന്നത് അത് അതിൻ്റെ UTR നമ്പർ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലേ ആ വെബ് പോർട്ടൽ ത്രൂ ആണ് അത് നടക്കുന്നത്. ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണോ നൗഫലെ പരാതിയുമായി എത്തിയത്?
ഇത് അതിന് മുൻപ് തന്നെ ഇതിലൊരു ഒരു ഒരു തട്ടിപ്പ് മണത്തുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അനന്ത് കൃഷ്ണ സാറെല്ലാം പോയ, അല്ലെങ്കിൽ അവരെ ഇതിനകത്തുനിന്ന് എന്നുള്ള മെസ്സേജ് നിങ്ങൾ കണ്ടിരുന്നില്ല. ഇദ്ദേഹം ഇതിനകത്തുനിന്ന് പോയി എന്ന് പറയുന്നത് അപ്പോൾ ഈ അടുത്ത സമയത്ത് വിളിച്ച, ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് കുറച്ച് മുമ്പ് വിളിച്ച ഒരു ഓൺലൈൻ മീറ്റിങ്ങിലാണ് പറയുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഒരു പാലം വലിച്ചു, അതുകൊണ്ട് അവർ ത്രൂ വരേണ്ടിയിരുന്ന ഫണ്ട്. അങ്ങനെ പറഞ്ഞ ആരാണ്? അനന്തകൃഷ്ണനാണ്. അനന്തകൃഷ്ണനായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടായിരുന്നു. ഈ അന്ന് എറണാകുളത്തെ പരിപാടിയിൽ വെച്ച് പങ്കെടുത്തപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ നേരത്തെ പോരുന്നു. ഞാൻ അവിടെ സ്റ്റേ ചെയ്യാൻ നിന്നില്ല. ഞാൻ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും ഞങ്ങൾ നേരത്തെ ട്രെയിനിലേക്ക് പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ കൊല്ലത്തു നിന്നുള്ളവരെ വിളിച്ചു ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണണം, സംസാരിക്കണം എന്ന് പറയുന്നതനുസരിച്ച് പിറ്റേ ദിവസം പരിപാടി കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു. അവിടെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ നമ്മുടെ പ്രോജക്റ്റുകൾ പെൻഡിങ് ഉള്ളതിനെക്കുറിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെ തയ്യൽ മെഷീൻ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ, അത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കമ്പനിയുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഓഗസ്റ്റ് മാസം ആദ്യം ഉണ്ടാവും എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പുള്ളിയെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ തയ്യൽ മെഷീൻ വിതരണത്തിൻ്റെ പോസ്റ്ററും സാധനങ്ങളും റെഡിയായ സമയത്ത് എന്നോട് സ്റ്റാഫ് പറഞ്ഞു ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് കൺഫർമേഷൻ ചെയ്തിട്ട് ഇത് പ്രിൻറ്റ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അതനുസരിച്ച് പുള്ളിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്. ഈ ലേമറേഡിയിൽ നടത്തിയ ഈ ഇന്നൊവേഷൻ സബ്മിറ്റ് ആരായിരുന്നു ശരിക്കും കണ്ടക്ട് ചെയ്തത്? നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ലേബലിലായിരുന്നു. അതിൽ കുറച്ച് അതെ, അതിനകത്ത് കുറച്ച് കൺസൾട്ടിങ് ഏജൻസികളുടെ ഹൈഫി കൺസൾട്ടൻസി, പിന്നെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ്, PSI, ഗ്രാസ് റൂട്ട് ഇമ്പാക്റ്റ് ഫൗണ്ടേഷൻ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു സോഷ്യൽ വെഞ്ചേഴ്സ്. ഈ 4 കൺസൾട്ടൻസിയിലെ സ്റ്റാഫുകളാണ് അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നത്. ബാക്ക് ഡ്രോപ്പിൽ ഉൾപ്പെടെ അവരുടെ അഡ്വർടൈസ്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. എന്നാണ് നൗഫൽ പരാതി കൊടുത്തത്? ഞാൻ പരാതി കൊടുത്തത് കഴിഞ്ഞ ദിവസമാണ്. ഞാൻ മെനങ്ങാന്ന് ACPക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 4 മണി വരെ പള്ളിയിൽ ഓഫീസിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ ചവറയിൽ ജനമൈത്രിയുടെ എന്തോ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് അന്ന് ഇനി എത്തില്ല എന്ന് ഉറപ്പായ സമയത്ത് പോയിട്ട് ഇന്നലെ രാവിലെ 10 മണിക്ക് എത്തി ACPക്ക്. ചോദ്യം കൂടെ, നൗഫലിന് പണം വാങ്ങിയ ആളുകൾ ഇനിയുണ്ടോ? തീർച്ചയായിട്ടും. എത്ര പേരുണ്ടാവും? ഇപ്പോൾ നമ്മുടെ എന്തിനാണ് പണം വാങ്ങി, എന്ത് പദ്ധതിയുടെ പേരിലാണ് പണം വാങ്ങി? നമുക്ക് വന്നേക്കുന്നത് 2 വീലറിൻ്റെ പ്രോജക്റ്റിൽ 118 പേര് പൈസ അടച്ചിട്ടുണ്ട്. എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? 60,000 അടച്ചവരുണ്ട്, 56,000 അടച്ചവരുണ്ട്. അവർ നേരെ അവരുടെ അക്കൗണ്ടിലേക്കാണ്. ഇതിൽ 118-ൽ 27 പേര് നമ്മളുടെ സീഡ് സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ അടച്ചു. അവരിൽ 24 പേരുടെ ഫണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. കാരണം അത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കുകയായിരുന്നു. നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലേക്ക് എത്തുമ്പോൾ ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതിയെന്ന്. അതുകൊണ്ട് ആ ഫണ്ട് അതിൽ കിടപ്പുണ്ട്. ഇനിയുള്ളത് 94 പേരുടെ 2 വീലറിൻ്റെ പൈസ ഉണ്ട്. പിന്നെ ഹോം അപ്ലയൻസസിന് 65 പേരുടെ ഇതുണ്ട്. ഹോം അപ്ലയൻസസ് എത്ര രൂപ അടച്ചത്? അത് 10,000 മുതൽ 30,000 വരെയാണ് അടച്ചേക്കുന്നത്. പല റേഞ്ചിലാണ്. കാരണം അവർക്ക് പർച്ചേസ് ചെയ്യാവുന്നത് 60,000 വരെ, മിനിമം 20,000 to 60,000. അപ്പോൾ അതിൻ്റെ 50% അവർ അടയ്ക്കണം എന്നാണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് അതിനകത്തെല്ലാം ഒരു ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ വാങ്ങിക്കുമായിരുന്നു. കാരണം ഈ ആദ്യം നടന്ന 2 പരിപാടികളിലും അവർ ഈ പരിപാടി നടത്താൻ വേണ്ടി ഫണ്ടൊന്നും തന്നിട്ടില്ല. ആദ്യം നമ്മളോട് പറഞ്ഞത് പരിപാടിയുടെ ചിലവുകൾ നമുക്ക് തരുമെന്നാണ്. പിന്നീട് പറഞ്ഞ കമ്പനികൾ അത് തരുമെന്ന് പറഞ്ഞിട്ട് തരുന്നില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഫെസിലിറ്റേഷൻ ചാർജ് അവരുടെ നിന്ന് വാങ്ങിയിട്ട് വേണം. ഈ നൗഫലിന് ഇതിനെന്ത് ലാഭം ഉണ്ടായത്? നൗഫലിൻ്റെ ലാഭമല്ല, ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഏകദേശം 15ഓളം വർഷങ്ങളായിട്ട് ഞാൻ ചാരിറ്റി മേഖലയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ ഇവിടെ അന്വേഷിച്ചാൽ ചാരിറ്റി മുതലാക്കിയതാണോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ എന്നെ വിശ്വാസമുള്ളവർ, ഞാനൊരു സ്റ്റാറ്റസിലൂടെ വിവരം കൈമാറുമ്പോൾ നൽകുന്ന പൈസ ഉപയോഗിച്ച് ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. അവർ സാമ്പത്തിക നിലയ്ക്ക് ഞാൻ നിൽക്കാറില്ലാത്തതാണ്. അപ്പോൾ എന്നെ അത്രത്തോളം വിശ്വാസമുള്ള ആളുകൾ കരുനാഗപ്പള്ളിയിലുള്ളത് കൊണ്ട് അതിനെ അവർ മുതലാക്കായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എൻ്റെ വിശ്വാസം. കാരണം ഫോൺ കോളുകൾ വരാറുണ്ടോ? ഉണ്ട്. അപ്പോൾ എന്നെ അത്രത്തോളം അറിയാവുന്നവരാണ് കൂടുതലും എന്നുള്ളതുകൊണ്ട് അവർ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഫണ്ട് പോയാലും കുഴപ്പമില്ല, നൗഫൽ കൂളായിരിക്കണം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവരുണ്ട്, എന്നാൽ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. 2 ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇതിനകത്ത് നിന്നുപോയി. നൗഫലിനെ പോലുള്ള ചെറുപ്പക്കാരാണ്, സന്നദ്ധ പ്രവർത്തകരാണ്. ഈ നാട്ടുകാർക്ക് വരെ നൗഫലിനെ വ്യക്തമായിട്ടറിയാം. ഒരു സന്നദ്ധ പ്രവർത്തകനായ നൗഫലിനെ ഇതിൽ ഇരയാക്കുകയായിരുന്നു. ഇപ്പോൾ നിരവധി പേർ പണം നൽകിയ ഏകദേശം 100-ലധികം ആളുകളാണ് 2 വീലറിനും ഹോം അപ്ലയൻസിനും എല്ലാം പണം നൽകി. അവരെല്ലാവരും നൗഫലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗഫൽ ഇതുമായി ബന്ധപ്പെട്ട് ചവറ പോലീസിലും ACPക്കും കരുനാഗപ്പള്ളി ACPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിവുമില്ല എന്നായിരുന്നു നൗഫൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് റിപ്പോർട്ടർ ദിലീപ് ദേശിയ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.